ഓക്കെ ഓക്കെ പക്ക പക്ക ഓക്കെ ആണ്. മല്ലി ചേച്ചിയുടെ കാലമാണ് ഇനി കേരളത്തിൽ, അത്ര തന്നെ. നൈസ് അഭിനയം. ഇടിയൊക്കെ എന്ന് വെച്ചാൽ ഒരു 2.5 കിൻഡൽ വരും ഓരോ ഇടി മല്ലി ചേച്ചിയുടെ. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് വിഷയമാണ്. അപ്പോൾ ചേട്ടനെ കിട്ടിലൊരു അഭിനയിച്ചിട്ടുണ്ട്, നൈസ് സിനിമയാണ്. എടുത്ത് പറയാൻ ചേതാമേനോട് അഭിനയമാണ് എടുത്ത് പറയേണ്ടത്. ശരത്തപ്പാനിയും കാട്ടിയും എനിക്ക് ചേതാമേനോട് അഭിനയമാണ് അടിപൊളിയായിട്ട് തോന്നിയത്. ഫുൾ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ സീരിയൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സിനിമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അതേ പറയാൻ പറ്റുള്ളൂ. ഒരുവിധം ഓടും എന്നുള്ള ഒരു സെറ്റപ്പ് നല്ല പടമായിരുന്നു, കണ്ടോണ്ടിരിക്കുക. സിനിമ ഉള്ള നല്ല സിനിമയാണ്, കാണാൻ പറ്റിയ സിനിമയാണ്. ഫസ്റ്റൊക്കെ നമുക്ക് കാണുമ്പം കുറച്ച് ലാഗ് പോലെ തോന്നും, സെക്കൻഡ് ഹാഫൊക്കെ വരുമ്പം കൊള്ളാം, സൂപ്പർ പടം. ഓക്കെ ഓക്കെ പക്ക പക്ക ഓക്കെ ആണ്. മല്ലി ചേച്ചിയുടെ കാലമാണ് ഇനി കേരളത്തിൽ, അത്ര തന്നെ. നൈസ് അഭിനയം. ഇടിയൊക്കെ എന്ന് വെച്ചാൽ ഒരു 2.5 കിൻഡൽ വരും ഓരോ ഇടി മല്ലി ചേച്ചിയുടെ. ഓക്കെ ആണ്. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് വിഷയമാണ്. അപ്പോൾ ചേട്ടനെ കിട്ടിലൊരു അഭിനയിച്ചിട്ടുണ്ട്, നൈസ് സിനിമയാണ്. കോമഡി വൈസൊക്കെ ആണെങ്കിൽ നൈസ് സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ചെറിയ കോമഡി ഉണ്ട്, ബാക്കി സെക്കൻഡ് ഹാഫോട്ട് സിനിമയിലെ ഒരു ഇതേ മാറുകയാണ്. കൊള്ളാം, സൂപ്പർ പടം. എല്ലാവരും കുടുംബസമേതം വന്നിരുന്ന് കാണണം. അജങ്കാർ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. ശ്വേതാമേൻ്റെ അഭിനയം എടുത്ത് തന്നെ പറയണം. കാരണം എല്ലാ സിനിമയിലും ചെറിയൊരു സൈഡ് റോൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് അങ്ങനെയല്ല, ഒരു ബോൾഡ് ക്യാരക്ടർ, ഫൈറ്റ് സീനൊക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് മനോജ് എടുത്ത് തന്നെ പറയണം. മനോജ് ബ്രോ കിടിലായിട്ട് തന്നെ എഡിറ്റ് വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. എടുത്ത് പറയാൻ ചേതാമേനോട് അഭിനയമാണ് എടുത്ത് പറയേണ്ടത്. ശരത്തപ്പാനിയും കാട്ടിയും എനിക്ക് ചേതാമേനോട് അഭിനയമാണ് അടിപൊളിയായിട്ട് തോന്നിയത്. ഫുൾ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം തന്നെ. ശ്വേതമേനോൻ കൊള്ളായിരുന്നു, അതിൻ്റെ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അഭിനയം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. പടം കൊള്ളാം, കുഴപ്പമില്ല. കുഴപ്പമില്ല, നല്ല അഭിനയമാണ്. മല്ലി ചേച്ചിയുടെ ഫൈറ്റ് സീൻസ് ഒക്കെ പൊളിയായിരുന്നു. മല്ലി ചേച്ചിയുടെ ഡയലോഗ് എല്ലാം കൊള്ളാം. ശരത്ത് കൊള്ളാം. എല്ലാം മൊത്തത്തിൽ നല്ലൊരു പടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കോമഡി ആക്ഷനും എല്ലാം ഉണ്ട്. ആക്ഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. എൻ്റെ ഫാമിലി കണ്ടിരിക്കാൻ നല്ല ആൾ കുറവായിരുന്നു, പക്ഷേ വേറെ വരുമായി ഒരു ആവറേജ് പടം എന്നുള്ള, അല്ലാതെ അതിനപ്പുറം വേറെ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. എന്തൊക്കെ കുറച്ച് ചെറിയ അതൊരു ജോയിനിങ്ങിൻ്റെ ഒരു സംഭവം. മൊത്തത്തിൽ അതിൻ്റെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റും ക്യാമറയും നന്നായിട്ടുണ്ട് സാർ. ഇതിനും വലിയ കുഴപ്പമില്ല എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് പറയാൻ. അതിൻ്റെ ഒരു കണ്ടൻറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ലോജിക് സംഭവം ഉണ്ടല്ലോ, ആ ഒരു ലിങ്ക് അപ്രോച്ച് ചെയ്യുന്നത് വളരെ, അതായത് ഈ പ്രേക്ഷകന് കൺവിൻസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു തലം അല്ല, ഇതൊരു സാധാരണ സീരിയൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സിനിമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അതേ പറയാൻ പറ്റുള്ളൂ. കൊള്ളാം, നല്ല പടം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം എന്നുള്ളേ ഉള്ളൂ. ഭയങ്കര കൊള്ളാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഈ പോലെ അല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം. വലിയ കുഴപ്പമില്ല. ശ്വേതാമേനോൻ അടിപൊളി ഫൈറ്റും, ഒരു വലിയ തെറ്റില്ലാത്ത, ഒരുവിധം ഓടും എന്നുള്ള ഒരു സെറ്റപ്പ്. നല്ല പടമായിരുന്നു, കണ്ടോണ്ടിരിക്കുക. നല്ല അഭിനയമായിരുന്നു, കണ്ടോണ്ടിരിക്കുക.